ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ലേറ്റ് ആയി കാരണം LKG കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോണേ. അവരുടെ ടേം 1നെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആദ്യം കുറച്ച് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ വീഡിയോയ്ക്ക് അധികം വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് അധികം ആർക്കും ആവശ്യം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു വീഡിയോ എന്നുള്ളത്. പിന്നെ പതുക്കെ അതിന് കുറച്ച് വ്യൂസൊക്കെ കയറാൻ തുടങ്ങി. പിന്നെ ഒന്ന് രണ്ട് പേരൊക്കെ കമൻറ്റ് ചെയ്ത് കുറച്ച് ഡൗട്ട്സൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ആവശ്യക്കാരുണ്ട് എന്നുള്ളത്. സോ ഒന്ന് രണ്ട് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ഇതിൻ്റെ ടേം 2ഉം ടേം 3യും ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് ടേം 2 ടെക്സ്റ്റ് ബുക്കും സിലബസിനെ പറ്റിയിട്ട് ആദ്യം നമുക്ക് നോക്കാം. അതിനുശേഷം അവർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് ഇതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല, പക്ഷെ ആസ് എ പാരൻറ്റ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് പറയാം. സോ ആദ്യം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേമിൽ നേരത്തെ പറഞ്ഞു 4 സബ്ജക്ട്സ് ആണ് അവർക്ക് പഠിപ്പിക്കുന്നത്: ഇംഗ്ലീഷ്, മാത്സ്, EVS, മലയാളം. അത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ടേമിൽ പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇംഗ്ലീഷാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഫസ്റ്റ് ടേമിൽ A തൊട്ടിട്ട് I വരെയുള്ള ആൽഫബറ്റ്സ് ആണ് പഠിപ്പിച്ചത്. അപ്പോൾ അത് ഒരു റിപ്പീറ്റേഷൻ ആയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് കുറച്ച് പോയംസ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ A തൊട്ടിട്ട് I വരെ ഒന്ന് റിവൈൻഡ് ചെയ്തതിന് ശേഷം പിന്നെ J തൊട്ടിട്ടുള്ള ആൽഫബറ്റ് J തൊട്ടിട്ട് T വരെയാണ് സെക്കൻഡ് ടേമിൽ പഠിപ്പിക്കുന്നത്. സെയിം ഫസ്റ്റ് ടേമിൽ തന്നെ ഫോളോ ചെയ്ത അതേ മെത്തേഡാണ്. ഓരോ ആൽഫബറ്റും കൊടുത്തിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ്സും പിന്നെ അതിൻ്റെ ഐഡന്റിഫിക്കേഷനും പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും ആണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അതിന് മുമ്പായിട്ട് ഒരു സ്റ്റോറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം എക്സാം വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാമിന് അവരെ ഓരോ ആൽഫബറ്റും റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. എക്സാമിനും അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇംഗ്ലീഷിൽ മെയിനായിട്ട് സെക്കൻഡ് ടേമിൽ ഇവരെ പഠിപ്പിക്കുന്നത്. പിന്നെ കുറച്ച് പോയംസും ആണ് മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു പോയമാണ് എക്സാമിനായിട്ട് ചോദിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് T വരെ കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ സെക്കൻഡ് ടേമിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ടേമിൽ അവർക്ക് പഠിക്കാനായിട്ടുള്ളത്. അങ്ങനെ ഇംഗ്ലീഷ് കഴിഞ്ഞ് നേരെ നമ്മൾ മാത്സിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ ഡിഫറൻസ് ആണ്. ഫാറ്റും തിന്നും തമ്മിലുള്ള ഡിഫറൻസ് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇതെന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്ന ഒരു എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ 10 വരെയാണ് ഫസ്റ്റ് ടേമിൽ പഠിപ്പിച്ചത്. 1 to 10 പിന്നെ 0യും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ 10ന് ശേഷം 11 തൊട്ടിട്ടാണ് സെക്കൻഡ് ടേമിൽ പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് ടേമിൻ്റെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടല്ല, പക്ഷെ 11 ഓരോന്ന് എഴുതാനും അതുപോലെ തന്നെ കൗണ്ട് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് സെക്കൻഡ് ടേമിൽ വരുന്നത്. തൊട്ടിട്ട് 30 വരെയാണ് സെക്കൻഡ് ടേമിൽ പഠിപ്പിക്കുന്നത്. മെയിൻ ആയിട്ട് അവർക്ക് ഫാറ്റും തിന്നും തമ്മിലുള്ള ഡിഫറൻസും അതുപോലെ 30 വരെ കൗണ്ട് ചെയ്യാനും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മാത്സിൽ ഇത്രയും വരെയാണ് ചോദിക്കുന്നത്. ഇനി അടുത്തത് എൻവയോൺമെന്റ് സ്റ്റഡീസ്, അതായത് EVSലാണ്. EVSൽ ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് അവർ ഹോം, വീടിനെ പറ്റിയിട്ടാണ്. വീട്ടിലെ ഓരോ ഭാഗങ്ങള്, കിച്ചൺ, അതുപോലെ ഡൈനിങ് റൂം, ലിവിംഗ് റൂം, അങ്ങനെയുള്ള ബാത്റൂം, ബെഡ്റൂം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഫുഡിനെ പറ്റി, ഏതൊക്കെ ഫുഡാണ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, രാവിലെ കഴിക്കുന്നതിന് എന്താ പറയുക, ഉച്ചയ്ക്ക് ലഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബേർഡ്സിനെ പഠിപ്പിക്കുന്നുണ്ട്. ബേർഡ്സിൻ്റെ പലതരത്തിലുള്ള ഫീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നാഷണൽ ബേർഡ് ഏതാണ്, അതുപോലെ ഫാസ്റ്റസ്റ്റ് റണ്ണിങ് ബേർഡ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ബേർഡ്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പോർഷനിൽ. പിന്നെ സീ ആനിമൽസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് സീ ആനിമൽസ് എന്നും അവരുടെ ഫീച്ചേഴ്സും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തിലും കരയിലൊക്കെ ജീവിക്കുന്ന ജീവികളെ പറ്റിയിട്ടും അതുപോലെ റെപ്റ്റൈൽസിനെ പറ്റിയിട്ടൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ്. പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് EVSൽ സെക്കൻഡ് ടേമിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്.
പിന്നെ വെജിറ്റബിൾസ്, മെയിൻ വെജിറ്റബിൾസ് എന്താണെന്നും അതിന്റെ ഗുണങ്ങളും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സ്കൂളിനെ പറ്റി എന്താണ് സ്കൂളിൽ മെയിനായിട്ട് എന്തൊക്കെയാണുള്ളത്, ക്ലാസ് റൂം, പ്ലേ ഗ്രൗണ്ട്, ലൈബ്രറി, അപ്പൊ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് EVS സെക്കൻഡ് ലെവലിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവർക്ക് എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു, സെക്കൻഡ് ടൈമിൽ അവർക്ക് ചോദിച്ചിരുന്നു. അപ്പൊ അത്രയാണ് EVS എൻവയോൺമെന്റ് സ്റ്റഡീസിൽ സെക്കൻഡ് ടൈമിൽ ഇവരെ പഠിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമിനേക്കാൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് സെക്കൻഡ് ടൈമിൽ പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത സബ്ജക്റ്റ് മലയാളത്തിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ 2-3 പദ്യങ്ങൾ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സ്വരാക്ഷരങ്ങൾ, മലയാളം അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങളിൽ ഋ വരെയാണ് ഫസ്റ്റ് ടേമിൽ ഇവരെ പഠിപ്പിച്ചിട്ടുള്ളത്. സ്വരാക്ഷരങ്ങളിലെ ഏതൊട്ടുള്ള അക്ഷരം തൊട്ടിട്ടാണ് സെക്കൻഡ് ടേമിൽ മലയാളത്തിൽ ഇവർക്ക് പഠിപ്പിക്കുന്നത്. അപ്പം വെച്ചിട്ടുള്ള ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും ആണ് മലയാളത്തിൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പം തൊട്ടിട്ട് കഴിഞ്ഞ് വരെ മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ മൊത്തം സെക്കൻഡ് ടേമിൽ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് മലയാളത്തിൽ വരണത്. പിന്നെ സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അവരെ മൊത്തത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മലയാളത്തിൽ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ള കുരങ്ങൻ്റെയും തൊപ്പിക്കാരൻ്റെ ആ ഒരു കഥ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ അക്ഷരവും അത് വെച്ചിട്ട് പറയുന്ന പല വാക്കുകളും അവരെ പഠിപ്പിക്കുന്നുണ്ട്. കാ തൊട്ടിട്ട് ണ വരെയുള്ള വ്യഞ്ജനാക്ഷരങ്ങളാണ് സെക്കൻഡ് ടേമിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എക്സാമിന് എല്ലാ സബ്ജക്ട്സുകളുടെയും മെത്തേഡ് തന്നെയാണ്. ഇവർക്ക് മെയിനായിട്ട് ഐഡന്റിഫിക്കേഷനും അതുപോലെ മാച്ച് ദ ഫോളോയിങ്ങും കാര്യങ്ങളൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മലയാളത്തിൽ പഠിപ്പിക്കുന്നത്. പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കുന്നുണ്ട്. പിന്നെ പഴങ്ങള്, പല ഫ്രൂട്ട്സുകളെ പറ്റിയിട്ട് ഇവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് 1-2 കവിതകളും കൂടി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മലയാളത്തിൽ സെക്കൻഡ് ടേമിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് സെക്കൻഡ് ടേമിൽ കുട്ടികൾക്ക് മൊത്തം പഠിക്കാനുള്ളത്. ഇനി തേർഡ് ടേമിൽ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നത് റൈംസ് കുറച്ച് ഒരു 3 സ്റ്റാർട്ടിങ്ങിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റോറി, സെയിം മെത്തേഡ് തന്നെ സ്റ്റോറി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ആൽഫബറ്റ് U തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. നേരത്തെ T വരെയാണ് സെക്കൻഡ് ടേമിൽ അവർ പഠിച്ചത്. ഇനി U തൊട്ടിട്ട് Z വരെയാണ് ലാസ്റ്റ് ടേമിൽ പഠിക്കുന്നത്. പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ തൊട്ടിട്ട് Z വരെയുള്ള ആൽഫബറ്റ്സും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഒബ്ജക്ട്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വൗവൽ സൗണ്ട്സ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം പഴയ 2 ടേമിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ചെറിയൊരു പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. A സൗണ്ട്, E സൗണ്ട്, AE, IOU അങ്ങനെ വൗവൽ സൗണ്ട്സ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കുന്നുണ്ട്. അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും അപ്പോൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു കോൺവെർസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇംഗ്ലീഷിലെ തേർഡ് ടേമിൽ പഠിപ്പിക്കുന്നത്. 1-2 റൈംസും പഠിപ്പിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് 2 ടേമിൽ നിന്ന് ലാസ്റ്റ് ഭാഗം ഇംഗ്ലീഷിൽ കുറച്ച് ഡിഫറൻസ് വരുന്നത് തേർഡ് ടേമിലാണ്. ഇനി ഇംഗ്ലീഷ് കഴിഞ്ഞ് മാത്സിലേക്ക് വരുമ്പോൾ ആഫ്റ്ററും ബിഫോറും ആണ് ഫസ്റ്റ് തന്നെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്. പിന്നെ ബിറ്റ്വീനും പഠിപ്പിക്കുന്നുണ്ട്. ആഫ്റ്റർ, ബിഫോർ, ബിറ്റ്വീൻ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ കുട്ടികൾക്ക് അറിയണമെങ്കിൽ ഈ ഒരു ആഫ്റ്റർ, ബിഫോർ ഒക്കെ കറക്റ്റായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷൻ കൂടിയാണ് ഈ ആഫ്റ്ററും ബിഫോറും ബിറ്റ്വീനൊക്കെ. പിന്നെ 30 വരെയാണ് സെക്കൻഡ് ടേമിൽ പഠിച്ചത്. ഇവിടെ 31 തൊട്ടിട്ട് 50 വരെ തേർഡ് ടേമിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ 50 വരെ എഴുതാനും അവർക്ക് കൗണ്ട് ചെയ്യാനും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അത് വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നത് ഇതൊക്കെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അവർക്ക് ഷേപ്സ് ഏതൊക്കെയാണെന്നുള്ളത് ചെറുതായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സർക്കിള്, ഓവല്, റെക്ടാങ്കിള്, സ്ക്വയർ അങ്ങനെയുള്ള ഷേപ്സും അതിൻ്റെ എക്സാമ്പിൾസും അടക്കം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫാർ, നിയർ തമ്മിലുള്ള ഡിഫറൻസ് പഠിപ്പിക്കുന്നുണ്ട്. ഇതും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് മാത്സിൽ തേർഡ് ടേമിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത സബ്ജക്ട് EVSലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ ആനിമൽ ഹോം ആണ് പഠിപ്പിക്കുന്നത്. ഓരോ മൃഗങ്ങളും അവരുടെ വീടുകളുടെ പേരുമാണ് ഫസ്റ്റിൽ തന്നെ പഠിപ്പിക്കുന്നത്.
യങ് ബോൺസ് എന്നുള്ള ഒരു പോർഷൻ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ മൃഗങ്ങളും അവരുടെ കുഞ്ഞുങ്ങളെയും പറയുന്ന പേരെന്താണെന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫ്ലവേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ടേമിൽ മലയാളത്തിൽ അവർക്ക് ഡീറ്റെയിൽ പഠിപ്പിച്ചു. ഇവിടെ EVSലാണ് തേർഡ് ടേമിൽ ഫ്ലവേഴ്സിനെ പറ്റിയിട്ട് അവർക്ക് പഠിപ്പിക്കുന്നത്. അതിന്റെ ഫീച്ചേഴ്സും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് സെയിം കഴിഞ്ഞ ടേമിൽ മലയാളത്തിൽ അവർക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇംഗ്ലീഷിൽ EVSൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടി അവർക്ക് എളുപ്പമായിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി അവർക്ക് കുറച്ച് അറിയുന്ന കാര്യം മലയാളത്തിലാണെന്ന് മാത്രം, ഇത് ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ പിന്നെ വരുന്നത് ഇൻസെക്ട്സിനെ പറ്റിയിട്ടാണ്. പലതരത്തിലുള്ള പ്രാണികൾ ഏതൊക്കെയാണെന്നല്ലോ അതിന്റെ ഫീച്ചേഴ്സും അവർക്ക് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. പിന്നെ സ്കൈ, സൺ, മൂൺ, സ്റ്റാർ, അതൊക്കെ എന്താണ്, റെയിൻബോയിൽ എത്ര കളേഴ്സ് ഉണ്ട്, ക്ലൗഡ്സിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പിന്നെ ട്രാൻസ്പോർട്ട്, ഏതൊക്കെ വണ്ടികളാണ്, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കളേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ഒരു 4 കളേഴ്സ്, ഓറഞ്ച്, ബ്ലൂ, ബ്ലാക്ക്, ബ്രൗൺ, അങ്ങനെയുള്ള 4 കളേഴ്സ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് കമ്പ്യൂട്ടർ ഡിവൈസിനെ പറ്റിയിട്ടും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ പാർട്സിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിന് മാച്ച് ദ ഫോളോയിങ്ങും ചോദിച്ചിട്ടുണ്ട്. ഏതാണ് CPU, ഏതാണ് മോണിറ്റർ, ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് EVSൽ തേർഡ് ടേമിൽ അവരെ പഠിപ്പിക്കാനുള്ളത്. ഇനി അടുത്ത സബ്ജക്ട് വരുന്നത് മലയാളമാണ്. മലയാളത്തിൽ ആദ്യം തന്നെ ഫസ്റ്റ് 2 ടേമിലും പോലെ കുറച്ച് റൈംസ് അവരെ പഠിപ്പിക്കുന്നുണ്ട്. വ്യഞ്ജനാക്ഷരങ്ങൾ ന വരെയാണ് സെക്കൻഡ് ടേമിൽ അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം താ തൊട്ടിട്ടുള്ള അക്ഷരങ്ങളാണ് ലാസ്റ്റ് ടേമിൽ ഇവർക്ക് പഠിക്കാനുള്ളത്. അത് വെച്ചിട്ടുള്ള വാക്കുകൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നൊക്കെയാണ് പഠിക്കാനുള്ളത്. പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എക്സാമിനർക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പിന്നെ ഇതിലേതെങ്കിലും ഒരു പദ്യം എക്സാമിനർക്ക് ചൊല്ലാനായിട്ട് വരും. അങ്ങനെ വ്യഞ്ജനാക്ഷരങ്ങൾ കഴിഞ്ഞാൽ ചില്ലക്ഷരങ്ങളും കൂടി പഠിപ്പിക്കുന്നുണ്ട്. അത് വെച്ചിട്ടുള്ള വാക്കുകളും അവരെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പക്ഷികൾ ഏതൊക്കെയാണെന്നുള്ളതും ദേശീയ പക്ഷി ഏതാണ്, സംസാരിക്കുന്ന പക്ഷി ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ മലയാളത്തിൽ ഈ ഒരു ടേമിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വന്യമൃഗങ്ങൾ ഏതൊക്കെയാണെന്നും അവരുടെ ഫീച്ചേഴ്സും ചോദിച്ചിട്ടുണ്ട്. പിന്നെ പൂക്കള്, അതുപോലെ വളർത്തുമൃഗങ്ങൾ ഏതൊക്കെയാണെന്നും പച്ചക്കറികൾ ഏതൊക്കെയാണ്, 1-2 ചെറിയ കവിതകളും കൂടിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഒരു നായയുടെ സ്റ്റോറിയും കൂടിയിട്ടാണ് മലയാളം പഠിപ്പിക്കുന്നത്. ഒരു വർഷത്തിൽ LKG കുട്ടികളുടെ സിലബസ് അല്ലെങ്കിൽ അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ പഠിപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ 1-2 പേരൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറയുകയാണ്, എൻ്റെ മോൻ CBSE സിലബസ് അല്ല, സ്റ്റേറ്റ് സിലബസാണ് പഠിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 1-2 പേര് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമേ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ആസ് എ പാരന്റ്, ഞാൻ എൻ്റെ മോനെ ഇപ്പോൾ LKGയിൽ വിട്ടതിൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇതേ അഭിപ്രായമായിരിക്കില്ല മറ്റുള്ളവർക്ക് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഡൗട്ട് 1-2 പേര് ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് ഏജ് എത്രയാണെന്നുള്ളത്. നമ്മുടെ കുട്ടീനെ നമ്മൾ LKGയിൽ ചേർക്കേണ്ട ഏജ് എന്ന് പറയുന്നത് 4 വയസ്സാണ്. 4 വയസ്സിലാണല്ലോ നമ്മൾ കുട്ടീനെ LKG ചേർക്കുക. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് ഒരു നിയമം വന്നിട്ടുണ്ട്, പത്രത്തിലൊക്കെ വായിച്ചിരുന്നു, എല്ലാവരും കണ്ടുവെന്ന് എനിക്കറിയില്ല. നമ്മുടെ കുട്ടീനെ നമ്മൾ 1-ാം ക്ലാസ്സിൽ ചേർക്കേണ്ട പ്രായം എന്ന് പറയുന്നത് 6 വയസ്സാണ്. 6 വയസ്സ് അവർക്ക് തികഞ്ഞിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ KG ടൈം എന്ന് പറയുന്നത് 4 വയസ്സും 5 വയസ്സുമാണ്. പിന്നെ ചിലർക്ക് സംശയം എന്ന് പറഞ്ഞാൽ 3.5 വയസ്സിൽ അഡ്മിഷൻ എടുക്കുക അല്ലെങ്കിൽ 3.25 വയസ്സിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെ അഡ്മിഷൻ കിട്ടുമോ, അല്ലെങ്കിൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞ് ചേർക്കുമ്പോൾ 4.25 ആവില്ലേ, അപ്പോൾ അവർക്ക് 1 വയസ്സ് ഏജ് കൂടിയില്ലേ, 5 വയസ്സിനടുത്തായില്ലേ LKGയിൽ ചേർക്കുമ്പോൾ അതൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം വെച്ചിട്ട് ആ ഒരു വർഷം ഒരു വയസ്സ് കൂടുന്നത് അവർക്കത് ഉപകാരമേ ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ മോൻ ജൂൺ 20 അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ ജാനുവരിയിലൊക്കെയാണ് രുദ്രുവിന് ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ജൂൺ 1 സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ ജൂൺ 20 മോന് 4 വയസ്സ് തികയുള്ളൂ. പക്ഷെ ഇപ്പം എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് ഈ ഒരു വർഷം അവൻ LKGയിൽ ചേർത്താൽ മതിയായിരുന്നു എന്നുള്ളത്. കാരണം കുട്ടികളുടെ ഓരോ വയസ്സ് കൂടുന്തോറും അവർക്ക് അവരുടെ ബ്രില്യൻസ് ആയാലും അല്ലെങ്കിൽ അവരുടെ മെച്യൂരിറ്റി ആയാലും ഒക്കെ വ്യത്യാസം വരും. എല്ലാ കുട്ടികളിലും ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. പല കുട്ടികൾക്കും കുറച്ച് നേരത്തെ അത്യാവശ്യം ബുദ്ധിപരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന കുട്ടികളുണ്ട്. പക്ഷെ
മെജോറിറ്റി പറയുകയാണെങ്കിൽ 4 വയസ്സും 5 വയസ്സിനിടയിലുള്ള ഒരു വ്യത്യാസം കുട്ടികളെ സംബന്ധിച്ച് ആ ഒരു വയസ്സിന്റെ വ്യത്യാസം തന്നെയാണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ആ ഒരു സമയത്ത് ഇപ്പം 4.25 വയസ്സിലെ LKG ചേർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. സോ പാരൻസിനായാലും പ്രായം കുറഞ്ഞ കുട്ടികളെ പഠിപ്പിക്കാൻ സ്വാഭാവികമായിട്ടും കുറച്ച് അധികം എഫേർട്ട് എടുക്കേണ്ടി വരും. എല്ലാ കുട്ടികളും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷെ മെജോറിറ്റി അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മളിപ്പോൾ ഒരു കുട്ടീനെ എന്താ പറയുക, ചെറിയ കുട്ടീനെ പഠിപ്പിക്കുന്നതാണോ കുറച്ചും കൂടി പ്രായം കൂടിയ കുട്ടീനെ പഠിപ്പിക്കുന്നതാണോ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ടഫായിട്ടുള്ളതെന്നുള്ള നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാവുന്ന കാര്യം. അപ്പോൾ അത്രേ ഞാൻ പറയാം. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് ഇതാണ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ കറക്റ്റ് ഏജ് എന്ന് പറയുന്നത് 4 വയസ്സാണ് LKGയിൽ. ഇനി LKGയിൽ കുറച്ച് 3.25 ഏജിലൊക്കെ നമുക്ക് ചേർത്താൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ 4 വയസ്സ് കഴിഞ്ഞിട്ട് LKG അല്ലെങ്കിൽ 4 വയസ്സ് ഇപ്പോൾ ജൂണിലേക്ക് അവർക്ക് 4 വയസ്സ് കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു ഏജിൽ ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്, മോൾക്ക് ഇപ്പോൾ 5 വയസ്സ്, ഈ ജൂണിലേക്ക് 5 വയസ്സാവും. അപ്പോൾ ഞാൻ LKGയിലാണോ ചേർക്കേണ്ടത് അതോ UKGയിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്നുള്ളത് സെയിം ഇതേപോലെയുള്ള ഒരു തോട്ട് തന്നെയാണ് അവിടെയും വന്നിട്ടുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ LKGയിലേക്ക് അഡ്മിഷൻ എടുത്തിട്ട് LKG കഴിഞ്ഞിട്ട് UKGയിലേക്ക് പോകുന്നതായിരിക്കും ആ കുട്ടിക്ക് കുട്ടികളെ സംബന്ധിച്ച് അവർക്കതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെറും അക്കാദമിക്കലി അല്ലെങ്കിൽ നമ്മൾ വെറും സിലബസിലുള്ള മാത്രം പഠിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. പെട്ടെന്ന് LKGയിൽ പഠിച്ചു വന്ന കുട്ടികളുടെ ഒപ്പം LKG പോവാത്ത ഒരു കുട്ടി ഡയറക്റ്റ് UKG പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആ കുട്ടിക്ക് എങ്ങനെ പോലും ഉണ്ടാവും. ചിലപ്പം അക്കാദമിക്കലി ആ കുട്ടി നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടാവും, ആൽഫബറ്റ്സ് ആയാലും അല്ലെങ്കിൽ അപ്പം അക്ഷരമാലയായാലും സിലബസിലുള്ള എല്ലാം ആ കുട്ടി ചിലപ്പം സ്കൂളിലല്ലാതെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അല്ലാത്ത മറ്റുള്ള പല കാര്യങ്ങളിലും സ്കൂളായിട്ടും അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളായിട്ടും പെട്ടെന്ന് പൊരുത്തപ്പെടാൻ അവർക്കൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ LKGയിലാവുമ്പം ഇപ്പോൾ ഒരു വയസ്സിൻ്റെ ഇപ്പോൾ ഒരു 5 വയസ്സിൽ LKGയിൽ ചേർത്തതുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ മോൻ്റെ ഒപ്പം എൻ്റെ മോനെ ഇപ്പം 4 വയസ്സിലാണ് ഞാൻ പറഞ്ഞല്ലോ ജൂണിൽ ചേർത്തത്. അപ്പോൾ കൂടെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ 5 വയസ്സും 5.5 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ്. ഇപ്പം എൻ്റെ മോൻ്റെ സ്കൂളിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ടീച്ചർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ UKGയിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ അവരെടുക്കും. പക്ഷേ ഈ LKGയിൽ പഠിച്ച കുട്ടികളുടെ അവരൊരു ടെസ്റ്റ് വെക്കും, ഒരു എക്സാം വെക്കും ആ കുട്ടിക്ക്. ഈ LKGയിൽ ഇവർ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ കുട്ടിക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പം അല്ലാതെ കുട്ടി ചിലപ്പം വീട്ടിലിരുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും. A to Z ആൽഫബറ്റ്സ് ആയാലും അല്ലെങ്കിൽ അക്ഷരമാല ആയാലും എല്ലാം ആ കുട്ടിക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ അവർ ടെസ്റ്റിൽ LKGയിൽ ഒരു കുട്ടീനെ പഠിപ്പിക്കുമ്പോൾ UKGയിലേക്ക് ആ കുട്ടികളുടെ ഒപ്പം ഇരിക്കാനുള്ള ഒരു ബ്രില്യൻസ് അല്ലെങ്കിൽ ആ ഒരു കുട്ടികളുടെ ഒപ്പം ഇരിക്കാനുള്ള ആ ഒരു കാലിബർ ആ കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കും. പക്ഷെ അത് കുറച്ച് ടഫാണെന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ വളരെ റയറായിട്ട് അങ്ങനെ കൊടുക്കുള്ളൂ. എല്ലാത്തിനും മേലെ ഒരു കുഞ്ഞിനെ നമ്മൾ ചേർക്കുമ്പം പാരൻസ് ആണ് തീരുമാനിക്കുന്നത്. പിന്നെ നമ്മൾ ഏത് സ്കൂളിലാണ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവില്ല ഏത് സ്കൂളിലാണ് നമ്മുടെ കുഞ്ഞിനെ ചേർക്കേണ്ടത് അല്ലെങ്കിൽ ഏത് സിലബസ് ആണ്, സ്റ്റേറ്റ് സിലബസ് ആണോ, CBSE ആണോ, ICSE ആണോ. അപ്പോൾ നമ്മൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ നമ്മൾ അന്വേഷിക്കുക, അവിടുത്തെ രീതികൾ, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക. എന്നിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുക. അപ്പം ബേസിക്കലി 4 വയസ്സിലാണ് നമ്മൾ കുട്ടീനെ LKGയിൽ ചേർക്കുന്നത്. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. LKG കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ സിലബസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. ഫസ്റ്റ് ടേം ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇത് സെക്കൻഡ് ടേമും തേർഡ് ടേമുമാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള വീഡിയോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഇനിയും ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന് എതിരഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.